ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ലവ് റീഡിംഗ് ആണ്. ഇതിൽ നിങ്ങളുടെ കാര്യങ്ങളുമായി മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക. പോസിറ്റീവായ വശങ്ങൾ സ്വീകരിക്കുകയും നെഗറ്റീവായ വശങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എന്താണ്? റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഏത് എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? നിങ്ങളുടെ ഒരു പാസ്റ്റ് എന്താണ്? ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് എന്താണ് വിശ്വസിക്കുന്നത്? റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് വിശ്വസിക്കുന്നത്? ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗൈഡൻസ് എന്താണ്? നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സ്വതന്ത്രമായി നിൽക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. തനിച്ചായാലും രണ്ടുപേർക്കും ഒരുപോലെ മുന്നോട്ടു പോകുവാൻ കഴിയുന്ന രണ്ട് വ്യക്തികൾ, അങ്ങനെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇനി റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു പുതിയ തുടക്കം റിലേഷൻഷിപ്പിൽ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു എനർജിയോടെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഒരു അപ്പ് ആൻഡ് ഡൗണിലൂടെ പോകുന്ന റിലേഷൻഷിപ്പായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഒരു പാസ്റ്റ് എന്താണ്? ഒത്തിരി സ്നേഹത്തോടെ തുടങ്ങിയ ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലേക്ക് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അവരെ നേടുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി അവർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഒരു സ്റ്റാർ ആണ്. പക്ഷെ ആ പ്രതീക്ഷയെ അവരോട് ചേർത്ത് നിർത്താൻ അവർക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അതാണ് അവർ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് എന്താണ് വിശ്വസിക്കുന്നത്? കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ഒരു ജീവിത പങ്കാളിയെ പോലെയാണ് കാണുന്നത് എന്നാണ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് വിശ്വസിക്കുന്നത് ഈ ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ സന്നദ്ധമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്കുണ്ട്. ഈ തീരുമാനം ഇപ്പോൾ നടക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തു തോന്നലാണോ ഈ ബന്ധത്തെക്കുറിച്ച് ഉണ്ടാകുന്നത് അതാണ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ഉത്തരം നമ്മളുടെ മനസ്സിൽ നിന്ന് കിട്ടുമെന്നാണ്
ഇവിടെ കാണുന്നത്. അത് എന്താണോ അതിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നമ്മുടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു മാതാവിന് തുല്യമാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നന്നായി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. സ്നേഹവും ഉള്ളിൽ ഒത്തിരി മറ്റുള്ളവരുടെ കരുണയും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സ്നേഹം ഉപയോഗിച്ച് മറ്റുള്ളവരെ മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് നേടിയെടുക്കേണ്ടത് തർക്കിച്ചോ മറ്റാരെയും താഴ്ത്തിക്കെട്ടിയോ അല്ല, സ്നേഹം കൊണ്ടാണ് അത് നിലനിർത്തേണ്ടത്. അതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.